ഒന്ന് തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ അവകാശം ഉപയോഗപ്പെടുത്തി മത്സരരംഗത്തേക്ക് കടന്നു വരുന്നവരെ നാം സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ആർക്കും അതിന് ഒരു വിലക്കുമില്ല. അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ എന്ന് മാത്രമേ ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കൂ. രണ്ട്, ഭയമുണ്ടോ എന്നാണ്. ഭയം ലെവലേശമില്ല, ഒരു സാഹചര്യത്തിലും ഇല്ല. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയായ സ്പിരിറ്റ് എനിക്കറിയാം. അത് ജനാധിപത്യത്തിലെ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിലെ ധാർമ്മികതയെ മാറ്റിവെച്ച് അങ്ങേയറ്റത്തെ തെറ്റായ പ്രവണതകൾ, വർഗീയമായ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, സഖ്യങ്ങൾ, ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇരയാണല്ലോ ഞാനതിനെ അങ്ങനെ കാണുകയോ അതെവിടെയും പറയുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. മത്സരിച്ച് പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. അവിടെ എനിക്ക് വളരെ കൗതുകരമായി തോന്നിയൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എന്ന് വെച്ചാൽ പോളിങ്ങിന് തൊട്ടു മുൻപ്, ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി പരസ്യമായി പറയുകയാണ് BJPയുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് പറയുന്നത്. വോട്ടെടുപ്പിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥി പറയുകയാണ് ഞങ്ങളുടെ ഇത്രയും വോട്ട്, 7000 മറ്റോ വോട്ട് കോൺഗ്രസ്സിന് കൊടുത്തു. അദ്ദേഹം അമർഷത്തോടു കൂടി തൻ്റെ സ്വന്തം പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പരസ്യമായിട്ട്, ഇതൊന്നും രഹസ്യമല്ല. അപ്പോൾ വോട്ട് കൊടുത്തവരും വോട്ട് വാങ്ങിയവരും അത് പരസ്യമായി തന്നെ വെളിപ്പെടുത്തി. അത് നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പലതും പലയിടത്തും പലർക്കും ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെട്ടതല്ല. നിലമ്പൂരിൽ അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ ഞാനാളല്ല. അപ്പോൾ ഇതൊക്കെ പല തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുള്ളൊരു കാര്യമാണെന്ന് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഏത് അവിശുദ്ധ സഖ്യത്തെയും അല്ല ഞാൻ പറയുന്നത്, ഏത് അത്തരത്തിലുള്ള അധാർമികവും ജനാധിപത്യ വിരുദ്ധവുമായ നമ്മുടെ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നീക്കത്തെയും ശരിയായി മനസ്സിലാക്കി പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് കഴിയും, അവർക്കത് മനസ്സിലാവുകയാണെങ്കിൽ. അപ്പോൾ ജനങ്ങളെ അണിനിരത്തി ഇത്തരം അപകട സാധ്യതകളെയും പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ജാഗ്രതപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ.